ഹായ് ഓൾ ഓഫ് യു. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സയൻസ് 4ാമത്തെ ചാപ്റ്റർ ചലനത്തിനൊപ്പം സിമ്പിൾ ചാപ്റ്ററാണ്. കുറച്ച് വസ്തുതകളുള്ളൂ. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഓടിച്ചെന്ന് പോകാം. ഒരു 10 മിനിറ്റ് താഴെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പെട്ടെന്ന് മാർക്ക് ചെയ്ത് പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ എഴുതി വെച്ച് പഠിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം എന്നും പറയുന്ന പോലെ ഈ ആദ്യ ഭാഗത്ത് നമുക്ക് PSC പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതായത് ഇവിടെ ഒരു ചിത്രം കാണാം അല്ലേ, ഇവിടെ ഒരു ചിത്രം കാണാം. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വസ്തുത നമുക്ക് പഠിക്കണം. നോക്കിയോ, അപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ചലനത്തിനൊപ്പം എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് അല്ലേ. അപ്പം എന്താണ് ചലനത്തിനൊപ്പം? അപ്പോൾ എന്തെല്ലാമാണ് പ്രധാന ചലനങ്ങൾ അല്ലേ? ഈ പിക്ചറിനെ സംബന്ധിച്ച് എന്തെല്ലാം ചലനങ്ങൾ നമുക്ക് പറയാൻ പറ്റും? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ അല്ലേ, സോളാർ സിസ്റ്റത്തിൽ എക്സാമ്പിൾ നമ്മുടെ ഭൂമിയെ തന്നെ എടുക്കുക. നമുക്ക് സോളാർ സിസ്റ്റത്തിൽ നമുക്ക് ഭൂമിയെ തന്നെ എടുക്കാം അല്ലേ. ഭൂമിയെ തന്നെ എടുക്കുക. ബുധൻ 3ാമത്തെ ഗ്രഹമാണ് നമ്മുടെ ഭൂമി അല്ലേ. അപ്പോൾ ഈ ഭൂമിയെ എടുക്കുമ്പോൾ ഭൂമിക്ക് തന്നെ 2 തരം ചലനങ്ങളുണ്ട്. നമ്മൾ പഠിച്ചിരുന്നു. ഏതൊക്കെയാണ് അത്? ഭ്രമണവും പരിക്രമണവും അല്ലേ. അപ്പോൾ 2 തരം ചലനത്തിൻ്റെ പേര് പഠിച്ചല്ലോ നമ്മൾ. 6ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ക്ലാസ് അല്ലേ, ബേസാണ് പഠിക്കാനുള്ളൂ. അപ്പോൾ 2 തരം ചലനത്തെക്കുറിച്ച് നമുക്ക് പഠിക്കണം. അപ്പോൾ ഈ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? 2 തരം ചലനങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഭ്രമണവും പരിക്രമണവും ഈ ഒരു ചിത്രത്തിൽ നമുക്ക് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കേണ്ട ചെറിയ പോയിൻ്റാണെന്ത്? ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? ഭൂമിയോടൊപ്പം ഭൂമി കറങ്ങുമ്പോൾ അല്ലേ, ഭൂമി കറങ്ങുന്നു നമ്മൾ പറയുന്നു. ഭ്രമണവും പരിക്രമണവും ഒക്കെ ഉണ്ടല്ലേ. അപ്പം ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം എന്ത് ചെയ്യുന്നു? ചലിക്കുന്നു. പക്ഷെ നമുക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല അല്ലേ. അപ്പം നമ്മൾ നോക്കി, ബഹിരാകാശത്ത് നിന്ന് നോക്കിയാലേ ഈ ചലനം നമുക്ക് തിരിച്ചറിയാനാകൂ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. വലിയ സാധ്യതയൊന്നുമില്ല, ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. എങ്കിൽ പോലും എന്താണ്, നമുക്ക് ചിലപ്പോൾ വല്ല പണി തരാൻ LDC ആയതുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ ഭൂമിയുടെ വസ്തുക്കളിലെ ചലനം നമ്മൾക്ക് അല്ലേ അനുഭവപ്പെടാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യുക? ചിലപ്പോൾ എന്താണ്, നമുക്ക് ഈ ഒരു പോയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ എഴുതേണ്ടി വരും അല്ലേ. ബഹിരാകാശത്ത് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ചലനം തിരിച്ചറിയാൻ സാധിക്കും. അത്ര മനസ്സിലായല്ലോ. അടുത്ത ഈ ഒരു ടോപ്പിക്ക് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് നോക്കി, ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖ പ്രദേശത്ത് മണിക്കൂറിൽ ഏകദേശം 1667 കിലോമീറ്റർ വേഗത്തിലാണ്. അതേപോലെ നോക്കി, സൂര്യനെ ചുറ്റുന്നതാവട്ടെ മണിക്കൂറിൽ എത്രയാ? 1 10 100 1000 10000 ലക്ഷം 1,06,000 കിലോമീറ്റർ വേഗത്തിലും. ഈ ഒരു 2 നമ്പർ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം, മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിടത്ത് ഇരിക്കുമ്പോൾ പോലും നാം ഇത്ര വേഗം ചലിക്കുന്നു. അപ്പം നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ പോലും ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഈ രീതിയിൽ ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം താഴത്തെ പോയിൻ്റൊന്നും വേണ്ട, ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ചലിക്കുന്നു, അതൊന്നും വേണ്ട. നമുക്ക് ആകെ അറിയേണ്ട 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? 2 കാര്യങ്ങൾ നോക്കേണ്ട 2 കാര്യം എന്താണ്? ഭൂമധ്യരേഖ പ്രദേശത്ത് എത്രയാണ് ഭൂമിയുടെ ആ വേഗത, തിരിയുന്ന വേഗത എത്രയാണ്? 1667 അല്ലേ. ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക? സൂര്യനെ ചുറ്റുന്ന ഏത് വേഗത്തിലാണ്? 1,06,000 കിലോമീറ്റർ. ഈ 2 നമ്പർ മറക്കരുത്. ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക? നോക്കാതെ പോയാൽ പെട്ടുപോകും. അപ്പോൾ ഇനി നോക്കി, അപ്പം നമ്മൾ ആദ്യം കാണിച്ചൊരു പിക്ചർ സോളാർ സിസ്റ്റം അല്ലേ, അതുമായി ബന്ധപ്പെട്ട് 2 ചലനങ്ങൾ പഠിച്ചു. ഭ്രമണവും പരിക്രമണവും എന്താണെന്നില്ല, 2 ചലനങ്ങളാണെന്ന് പഠിച്ചു അല്ലേ. അത് നോക്കൂ, ചലനം ശരീരത്തിനുള്ളിലും നമ്മുടെ ശരീരത്തിനുള്ളിലും എന്ത് ചെയ്യുന്നുണ്ട്? ചലനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തെല്ലാമാണെന്ന് അവിടെ കൊടുക്കുന്നത്? ഒന്നാമത്തെ ഓരം കൊടുത്തിട്ടുണ്ട് എന്താണ്? രക്തപര്യായനം. നമ്മുടെ രക്തം എന്ത് ചെയ്യുന്നുണ്ട്? ചലിക്കുന്നുണ്ട് അല്ലേ, സഞ്ചരിക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി 2 നമുക്ക് ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1-2 ചലനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം. അപ്പം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു ചലനങ്ങൾ ഏതൊക്കെയെന്ന് പറയാം. നമുക്ക് എക്സാമ്പിൾ രക്തപര്യായനം പറയാം അല്ലേ, രക്തം ചലിക്കുന്നു. അതുപോലെ എന്ത് ചെയ്യുക? പേശി ചലനങ്ങൾ, നമ്മുടെ പേശികൾ എന്ത് ചെയ്യുന്നുണ്ട്? ചലിക്കുന്നത്. ഹൃദയസ്പന്ദനമുണ്ട്. അതേപോലെ എന്താണ്? നാഡീ ചലനങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ്? ചലനം. അപ്പം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര മനസ്സിലായല്ലോ. അപ്പോൾ സോളാർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് 2 ചലനം പഠിച്ചു. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന 2 ചലനം പഠിച്ചു. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കിലുള്ളതുകൊണ്ടൊന്നും പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടത് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, ബലവും ചലനവും. ബലവും ചലനവും. ഇപ്പോൾ ഈ പിക്ചറൊക്കെ നോക്കിയോളൂ. അപ്പോൾ ഇവിടെ ഡെസ്കയിലെ നമ്മുടെ ചെറിയ കാലത്ത് കോട്ടിയിലെ ഗോലി എന്നൊക്കെ പറയും, അത് തട്ടിവിടുന്നു. അപ്പം ഗോലി എന്ത് ചെയ്യുന്നു? ഡെസ്കിലൂടെ പതുക്കെ എന്ത് ചെയ്യുന്നു? ഉരുളുന്നു. കൈവയ്ക്കുമ്പോൾ തടസ്സപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്തു? സൈഡിലേക്ക് പോകുന്നു അല്ലേ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? നമുക്ക് വേണ്ട. അപ്പം നമുക്കതിൻ്റെ ഫാക്റ്റ് എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? നോക്കിയാൽ. അപ്പം നമുക്ക് വേണ്ട ഫാക്റ്റ് ഇത് മാത്രമാണ്. എന്ത്? നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ ബലം പ്രയോഗിച്ച് ചലിപ്പിക്കാം. നമ്മൾ ആ ഗോലീൻ്റെ കണ്ട തട്ടിവിട്ടപ്പോൾ എന്ത് ചെയ്തു? ഗോലി പോയി അല്ലേ, ചലിപ്പിക്കാം. അതേപോലെ നോക്കൂ, ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കുന്നതിലൂടെ സാധിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിനെ ചലിപ്പിക്കാൻ നമുക്ക് ബലം പ്രയോഗിച്ചാൽ മതി. അതേപോലെ എന്ത് ചെയ്യുക? ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും എന്ത് മതി? ബലം പ്രയോഗിച്ചാൽ സാധിക്കും. അതേപോലെ നോക്കി,
ചലനത്തിൻ്റെ ദിശ മാറ്റാനും ചലനവേഗം കൂട്ടുകയോ കുറയ്ക്കാനോ ചെയ്യാനും ബലം പ്രയോഗിക്കണം. അപ്പം നമ്മൾ ബലവും ചലനവും തമ്മിലുള്ള ബന്ധം മനസ്സിലായല്ലോ. എന്താണ്? നിശ്ചലാവസ്ഥയുള്ള വസ്തുക്കളെ ചലിക്കാൻ നമുക്ക് ബലം വേണം. അതേപോലെ എന്ത് ചെയ്യുക? അതേപോലെ ചലിക്കുന്നൊരു വസ്തുക്കളെ എന്ത് ചെയ്യുക? നിശ്ചലമാക്കാൻ ബലം വേണം. അതേപോലെ എന്ത് ചെയ്യുക? ചലനത്തിൻ്റെ ദിശ മാറ്റാനും ചലനവേഗം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ബലം പ്രയോഗിക്കണം. അപ്പോൾ ബലവും ചലനവും തമ്മിലുള്ള ബന്ധം മനസ്സിലായല്ലോ. അതാണ് ഈ മുകളിലെ ടേബിളുമായി ബന്ധപ്പെട്ട്. ഈ ടേബിൾ നമുക്കൊന്നും വേണ്ട. ടേബിളുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യം ഈ ഒരു ടേബിളാണ്. ഏതാണ്? ഈ ബലവും ചലനവും ടേബിൾ പഠിക്കണം. അടുത്ത് നമുക്ക് പഠിക്കണം. നോക്കി, ചലനം പലവിധം. ചലനം പലവിധം എന്നൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട് കേട്ടോ, ടോപ്പിക്കാണ്. നോക്കിയോ, ചലനം പലവിധം. എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ ഷാർപ്പണർ കൊണ്ട് പെൻസിൽ കുറുമ്പിക്കുക, പെൻസിൽ കോമ്പസിൽ കടിച്ച് അല്ലേ അങ്ങനെ വൃത്തം വരയ്ക്കുമല്ലോ നമ്മൾ. അതേപോലെ പെൻസിൽ സ്കെയിലിനോട് ചേർത്ത് വെച്ച് നേർരേഖ വരയ്ക്കുക. ഇതൊക്കെ പലതരം ചലനങ്ങളാണ്. ചെറിയ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ കൊടുത്തതേ ഉള്ളൂ. നമുക്കതൊന്നും വേണ്ട. നമുക്കത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് വേണ്ട കാര്യത്തിലേക്ക് പോവാം. നേരത്തെ 2-3 എക്സാമ്പിൾ പറഞ്ഞല്ലോ. പെൻസിൽ കുറുമ്പിക്കുന്നു, അല്ല പെൻസിൽ നമ്മൾ ഷാർപ്പ്നർ ഇട്ട് കുറുമ്പിക്കുന്നു, സ്കെയിൽ വെച്ച് നേരെ വലിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി എന്താണ്? ഒരു ബ്രീഫ് എന്ന് പറഞ്ഞാൽ നമുക്കിത് മതി. എന്താണ്? ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനത്തിന് പറഞ്ഞ പേരാണിത് നേർരേഖാചലനം. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണെന്ത്? നേർരേഖാചലനം എന്ന് പറയും. അതേപോലെ നോക്കിയേ, സ്വന്തം അക്ഷത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചലനമാണ് ഭ്രമണം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചലനമാണെന്ത്? ഭ്രമണം. അതേപോലെ നോക്കൂ, വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം. വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം. അപ്പം നമുക്ക് ഇത് മാത്രം മതി. ഓക്കെ ആണല്ലോ. അപ്പം ഇനി തൊട്ട് താഴെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ 3 ചലനം പഠിച്ചു. അതൊക്കെയാണ് നേർരേഖാ ചലനം പഠിച്ചു, ഭ്രമണം പഠിച്ചു, അതേപോലെ എന്ത് ചെയ്യുക? വർത്തുള ചലനം പഠിച്ചു. ഇനി ചലനം വേറെ തരവുണ്ട്. നോക്കി, ചലനം ഇങ്ങനെയും ചലനം ഇങ്ങനെയും. അതെങ്ങനെയാണെന്ന് നോക്കി. നമ്മൾ നോക്കിയോ, എക്സാമ്പിൾ ഉണ്ട്. ക്ലോക്കിലെ പെണ്ടുലത്തിൻ്റെ ചലനം, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. ഊഞ്ഞാലിൻ്റെ ചലനം, അതേപോലെ തൂക്കിയിട്ട കുത്തുവിളക്കിൻ്റെ ചലനം അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടെന്ന് പറയാൻ നമുക്ക് പഠിപ്പിക്കേണ്ട ടോപ്പിക്കാണ്. സിമ്പിൾ ടോപ്പിക്കാണെന്ന് നോക്കി. ഒരു വസ്തു തുലന സ്ഥാനത്തെ അടിസ്ഥാനമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോണം. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിലൊക്കെ എന്ത് ചെയ്യുക ചോദിക്കാം. അപ്പോൾ അന്നേരം നമുക്ക് ദോലനം എന്ന് പറഞ്ഞാൽ ഓർമ്മ വരത്തില്ല. എന്താണ്? അപ്പോൾ ദോലനം എന്ന് പറഞ്ഞതാണ് വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിന് പറഞ്ഞ പേരാണ് ദോലനം. ഈ എക്സാമ്പിൾ നോക്കി. എന്താണ്? ഈ വിളക്കിൻ്റെ അല്ലേ. ഈ വിളക്കിന് നോക്കി. ഈ വിളക്ക് അങ്ങോട്ട് തട്ടുമ്പോൾ അങ്ങോട്ടും കൂടെ ആടുന്നതാണ്. ഇവിടെ ഫിക്സ് ആണ് അല്ലേ. ഈ ഫിക്സിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഇങ്ങോട്ടും അങ്ങോട്ടും കൂടെ എന്ത് ചെയ്യുന്നത്? ആടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് പറഞ്ഞ പേരാണ് ദോലനം. അപ്പം നമ്മൾ ചലനം എന്തൊക്കെ പഠിച്ചു? നേർരേഖ പഠിച്ചു, നേർരേഖ ചലനം പഠിച്ചു, ഭ്രമണം പഠിച്ചു, വർത്തുള ചലനം പഠിച്ചു, അതേപോലെ എന്തും കൂടി പഠിച്ചു? ദോലനം പഠിച്ചു. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത് നോക്കിയേ. ദോലനം ഇങ്ങനെയും. ദോലനവും വേറെ രീതിയിലുണ്ട് അല്ലേ. നമുക്ക് പഠിക്കേണ്ടായ സംഭവമുണ്ട്. ദോലനം ഇങ്ങനെയും എന്ന ടോപ്പിക്ക് നമ്മളിവിടെ ഉണ്ട്. അതിലപ്പോൾ നമുക്ക് നോക്കണ്ട, ഇത് നോക്കിയാൽ മതി. നോക്കിയേ, ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ വിളിക്കുന്ന പേരാണ് കമ്പനം എന്ന് പറയും. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ വിളിക്കുന്ന പേരാണ് കമ്പനം. ഒരു എക്സാമ്പിൾ കൂടെ കൊടുത്തിട്ട് നോക്കിയേ. നമ്മളൊരു സ്കെയിലില്ലേ, നമ്മൾ ഇരുമ്പിൻ്റെ ഒക്കെ സ്കെയിലുണ്ടല്ലോ, അതിങ്ങനെ ഞെക്കി ടേബിളെ പിടിക്കുമ്പോൾ അല്ലേ, ഇത് നോക്കിയേ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ കണ്ടോ. അപ്പം ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട് മറ്റേ സൈഡ് തട്ടുമ്പോൾ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്ത് ചെയ്യും? വിറച്ച് കളിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക? അതേപോലെ നോക്കി ഈ പിക്ചർ നോക്കിയേ. ഈ ഒരു പിക്ചർ നോക്കൂ. എന്താണ് കൊടുത്തേക്കുന്നത്? നമ്മളൊരു കൈവിരലല്ലേ റബ്ബർ ബാൻഡ് വെച്ചിട്ട് എന്ത് ചെയ്യുക? റബ്ബർ ബാൻഡ് തട്ടുമ്പോൾ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യും? അത് ചലിക്കും. ഇതിന് പറഞ്ഞ പേരാണെന്ത്? അപ്പോൾ ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ വിളിക്കുന്ന പേരാണ് കമ്പനം. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഏതെല്ലാം വെച്ചിട്ട് ദോലനവും കമ്പനവും ഒക്കെ കൂടി വെച്ച് എന്ത് ചെയ്യുക? ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം കൂടെ നോക്കാം. എന്താണ്? ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? അത് നമ്മൾ നോക്കാതെ പോകണ്ട. ഇനിയിപ്പോൾ നമ്മുടെ ഗതികേടിന് അത് വന്നാലോ. അപ്പോൾ ചെണ്ടയുടെ ഡയഫ്രം, അത് ചലന രീതി എങ്ങനെയാണ്? അത് എന്ത് ചെയ്യുക? പ്രയോജനം എന്താണ്? നമുക്ക് നോക്കണ്ടത്. ചെണ്ടയുടെ ഡയഫ്രം എങ്ങനെയാണത്? അത് ദോലനമാണ് അല്ലേ. അത് ചെയ്യുന്ന എന്താണ്? ശബ്ദമുണ്ടാക്കുന്നു. അടുത്ത് നോക്കി, കറങ്ങുന്ന കസേര. കറങ്ങുന്ന കസേര എന്താണ്? ചലനരീതി എന്താ? അത് വർത്തുള ചലനമാണ്. എന്ത് ചെയ്യുക? വർത്തുള ചലനം അല്ലേ. വർത്തുള ചലനമാണ് കറങ്ങുന്ന കസേര. ക്ലോക്കിലൂടെയുള്ള സൂചിയുടെ അഗ്രഭാഗം, അതെങ്ങനെയാണ്? അതും വർത്തുള ചലനമാണ് അല്ലേ. അടുത്ത് നോക്കി, തയ്യൽ മെഷീനിലെ ചെറിയ ചക്രം, അത് എന്താ ചെയ്യുന്നത്? അതും ഭ്രമണമാണ്. തയ്യൽ മെഷീനിലെ ചെറിയ ചക്രം എന്താണ്? അത് ഭ്രമണം. അടുത്ത് നോക്കി, ലിഫ്റ്റ് അല്ലേ. അപ്പോൾ വേഗം നോക്കി, തയ്യൽ മെഷീനിലെ ചെറിയ ചക്രം എന്താണ്? ഭ്രമണമാണ്. ലിഫ്റ്റ് എന്താണ്? അത് നേർരേഖ ചലനമാണ്. ഊഞ്ഞാൽ എന്താണ്? ദോലനമാണ്. വീണയിലെ കമ്പി എന്താണ്? അത് കമ്പനമാണ്. പൊടിമില്ലിലെ ചക്രങ്ങൾ എന്താണ്? ഭ്രമണമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് ഈ എക്സാമ്പിൾ മാത്രം എന്ത് ചെയ്യുക? ഒന്ന് നോക്കിയേക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണം? ഒന്ന് നോക്കണം. ഓക്കെ, അടുത്ത് നോക്കൂ.
ഇനി നമുക്ക് പഠിക്കേണ്ടത് കുറച്ച് പൽചക്രം കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഈ ചക്രത്തിൻ്റെയൊക്കെ എന്ത് ചെയ്യുക ഒരു ഉപയോഗങ്ങളാണ് നമുക്ക് നോക്കുന്നത്. പൽചക്രത്തിൻ്റെ ഉപയോഗം അതിന് മുമ്പ് തൊട്ട് മുമ്പ് എന്ത് ചെയ്യുക ഒരു ചെറിയ ബോക്സ് കുഴപ്പം ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കി, ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റു യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ കൂടി ചലിപ്പിക്കാൻ സാധിക്കും അല്ലേ. ചെയിൻ, ബെൽറ്റ്, ചക്രവും ആക്സിലും തുടങ്ങിയ സംവിധാനങ്ങൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പം നമ്മൾ ഈ പൊടിമില്ലൊക്കെ പോയാൽ കാണാം അല്ലേ, ഒരു മെഷീനായി ചിലപ്പോൾ വർക്ക് ചെയ്യും, ബെൽറ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യും മറ്റേ ഭാഗം മെഷീൻ കൂടി എന്ത് ചെയ്യും വർക്ക് ചെയ്യിക്കും അല്ലേ. അതേപോലെ നമ്മുടെ ക്ലോക്ക് അല്ലേ, ക്ലോക്കിൽ എന്താണ് കറങ്ങുന്ന ഒരു ഭാഗമുള്ളൂ, പക്ഷേ എന്ത് ചെയ്യുക എല്ലാ സൂചികളെയും അതിൻ്റെ ഉള്ളിൽ കുറേ പൽചക്രങ്ങളൊക്കെ കറങ്ങും. അപ്പോൾ അതൊരു ചെറിയ തത്വമാണ് കൊടുത്തേക്കുന്നതാണ്, ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റു യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ കൂടി ചലിപ്പിക്കാൻ സാധിക്കുമെന്ന് ജസ്റ്റ് ഓർക്കുക. അടുത്തൊരു സാധനമുണ്ട് പൽചക്രം എന്ന സാധനം കൊടുത്ത് കണ്ടിട്ടില്ലേ, ഇങ്ങനെ പൽചക്രങ്ങൾ കണ്ടിട്ടില്ലേ, എന്തിനു വേണ്ടിയിട്ടാണ് ബലം മറ്റ് സ്ഥലത്തേക്ക് ഒരു യന്ത്രത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുക എത്തിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് എന്ത് ചെയ്യുക പൽചക്രം എന്ന് പറയും അല്ലേ. പൽചക്രം നമുക്ക് എവിടെയൊക്കെ കാണാം, നമ്മുടെ ബൈക്കിൻ്റെ ഉള്ളിലുണ്ട് അല്ലേ, ബൈക്കിൻ്റെ ചെയിൻ കറങ്ങുന്ന അങ്ങനെ പൽചക്രമാണ് അല്ലേ. ഈ പൊടിക്കുന്ന മില്ലുകളിലൊക്കെ കാണാം, നമുക്ക് എന്ത് ചെയ്യുക ഒരു മെഷീൻ കറങ്ങിയിട്ട് ബാക്കി എന്ത് ചെയ്യുക ബെൽറ്റിലൂടെയൊക്കെ എന്ത് ചെയ്യുക കറങ്ങുന്നത് കാണാം. നമ്മുടെ വാച്ച്, ക്ലോക്ക് അതിനുള്ളൊക്കെ എന്താണ് പൽചക്രമാണ്. പ്രധാനപ്പെട്ട കറങ്ങുന്ന മെഷീൻസിൻ്റെ ഉള്ളൊക്കെ എന്തുണ്ട് പൽചക്രങ്ങളുണ്ട് അല്ലേ. അപ്പം ഒരാൾ ചോദിക്കുക എന്താണ് പൽചക്രം എന്ന് ചോദിച്ചാൽ, ഒരു യന്ത്രഭാഗത്തിൻ്റെ കറക്കം പ്രയോജനപ്പെടുത്തി വ്യത്യസ്ത വേഗങ്ങളിലും ദിശകളിലും ഒന്നിലേറെ യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കാൻ പൽചക്രങ്ങൾ സഹായിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇതിനു വേണ്ടി സഹായിക്കുന്ന അതിന് പറഞ്ഞ പേരാണിത് പൽചക്രം. ഒരു യന്ത്രഭാഗത്തിൻ്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത വേഗത്തിലും ദിശകളിലും ഒന്നിലേറെ യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു, പൽചക്രം സഹായിക്കുന്നു. അപ്പോൾ പൽചക്രം എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഒരു ചെറിയ പോയിന്റ് കൊടുക്കുന്നുണ്ട് താഴെ. ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുമ്പോൾ ചലനവേഗം കുറയുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ തിരിച്ച് നേരെ ഓപ്പോസിറ്റും ചോദിക്കാം, എങ്ങനെ തിരിച്ചാകുമ്പോൾ ചലനവേഗം കൂടുന്നു. മനസ്സിലായല്ലോ. വലിയൊരു പൽചക്രത്തിന് ഇപ്പുറം കൊണ്ട് ചെറിയ പൽചക്രമാണ് മുട്ടിച്ച് വെച്ചേക്കുന്നത്, എന്ത് ചെയ്യും ചലനവേഗം കൂടും. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളും കൂടി എന്ത് ചെയ്യണം, ഒന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. സിമ്പിൾ ചാപ്റ്ററാണ്. അതായത് സിമ്പിൾ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്തൊക്കെ ഇതിൽ വരുന്നത്, ഭ്രമണം, പരിക്രമണം എന്താണെന്ന് ജസ്റ്റ് ചെയ്യുക, പിന്നെ കുറച്ച് ചലനങ്ങളല്ലേ നേർരേഖ ചലനങ്ങളുടെ പേരെന്ത് ചെയ്യുക, ഒരു എക്സാമ്പിൾ തന്നിട്ട് ഏത് രീതിയിലുള്ള ചലനമാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അതേപോലെ പൽചക്രത്തിന് ഉപയോഗം ചോദിക്കാം. പൽചക്രം അല്ലെ ഒരു ചെറിയതിൻ്റെ മുമ്പിൽ അപ്പുറം വലുത് വെച്ചാൽ എങ്ങനെയാണോ ആ സ്പീഡ് കൂടും കുറയും എന്നൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കാം. അതേപോലെ ദോലനം, കമ്പനം എന്ത് ചെയ്യുക ഒന്ന് നോക്കിയേക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വലിയ ക്ലാസ്സിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യുക ചെറിയ ക്ലാസ് 6ാം ക്ലാസ്സിൽ പിള്ളേർക്ക് മനസ്സിലായാൻ ചെറിയ കാര്യങ്ങളുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ. ഒരു 10 മിനിറ്റുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പം വീഡിയോ സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.